ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ഇത് സത്യമാണ്. കഴിഞ്ഞ 100 വർഷമായി ഇതിന് തെളിവുകളുണ്ട്. 1940കളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അവർ ഒരു രഹസ്യം കണ്ടെത്തി. ആ രഹസ്യം ചിലരെ കോടീശ്വരന്മാരാക്കി. എന്നാൽ മറ്റുള്ളവർ ജീവിതകാലം മുഴുവൻ പണത്തിനായി കഷ്ടപ്പെട്ടു. ഇത് ഭാഗ്യമോ സ്വാധീനമോ കഴിവോ ആയിരുന്നില്ല. അവർ മനസ്സിലാക്കിയത് ഓരോ ദിവസവും നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകിൽ ധനത്തിന്റെ മാന്ത്രിക വല നെയ്യുകയാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ശാപം വിളിച്ചു വരുത്തുകയാണ് എന്നതാണ്. ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ മിക്ക ആളുകളും ഓരോ തവണയും സംസാരിക്കുമ്പോൾ അവർ സ്വയം സാമ്പത്തിക പരാജയത്തിലേക്ക് തള്ളിവിടുകയാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചിന്തയെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ സത്യം അറിയാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെ, ഒരു കൈപ്പേറിയ സത്യം കേൾക്കൂ. നിങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. ഇല്ലില്ല, ഇത് മന്ത്രവാദമൊന്നുമല്ല. മറിച്ച് കുറവുകളിൽ ജീവിക്കുന്നത് സുരക്ഷിതമാണെന്ന് നിങ്ങളെ പഠിപ്പിച്ച ഒരു വ്യവസ്ഥയാണിത്. അതായത് എല്ലാ പ്രശ്നങ്ങളും കുറവുകളിൽ ജീവിച്ചോളൂ, സുരക്ഷിതരായല്ലോ എന്നുള്ള ഒരു മനോഭാവം. നിങ്ങൾ എന്റെ കയ്യിൽ ഇതിന് പണമില്ല എന്നോ ഇതെനിക്ക് താങ്ങാൻ കഴിയാത്തത്ര വില കൂടിയതാണ് എന്നോ ഓരോ തവണ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന്റെ മന്ത്രവാദം ചുരുക്കുകയാണ്. ഫ്ലോറൻസ് കോവൽഷി ഇതിനെ പോവർട്ടി ഹെക്സ് എന്നാണ് വിളിച്ചിരുന്നത്. അത് നമ്മുടെ ദൈനംദിന ഭാഷയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നിങ്ങൾ എത്ര തവണ കുറവിനെ കുറിച്ച് സംസാരിച്ചു? ഞാൻ ആകെ തകർന്നു, പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊന്ന് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഓരോ വാക്യവും നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നൊരു ഉത്തരവാണ്. പ്രപഞ്ചം അത് കേൾക്കുന്നുണ്ടോ എന്നറിയാമോ? ഇവിടെയാണ് നിങ്ങളുടെ കഥ ആവേശകരമാകുന്നത്. നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ മാന്ത്രിക വടി എന്ന് ഫ്ലോറൻസ് പഠിപ്പിച്ചു. നിങ്ങൾ അറിയാതെ അത് വീശിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ ദിവസം മുഴുവൻ കുറവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് കഴിയില്ല, കഷ്ടം, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്തു പറയാനാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ലല്ലോ. എന്നാൽ കോടീശ്വരന്മാരെന്താണ് പറയുന്നതെന്ന് അറിയാമോ? അവർ വ്യത്യസ്തമായി സംസാരിക്കുന്നത്. അവരിങ്ങനെയാണ് പറയുന്നത്: അതെ, ഞാൻ ഇത് ചെയ്യും, എന്റെ കയ്യിലുണ്ട്, ഇത് നടന്നു, ഇത് തന്നെ സംഭവിക്കും. അവരുടെ ഭാഷയിൽ ഒരു മടിയോ ആശയക്കുഴപ്പമോ ഉണ്ടാവില്ല. ഇപ്പോഴൊന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഇതിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞു നോക്കൂ. ഈ വാക്യം എത്രത്തോളം ദൃഢതയുള്ളതാണെന്ന് നോക്കൂ. എത്ര വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് കുറവിൽ നിന്നാണ് വരുന്നത്, മറ്റൊന്ന് ശക്തിയിൽ നിന്നും, നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിന്നും. നിങ്ങളുടെ ഭാഷയാണ് നിങ്ങളുടെ വിധി എഴുതുന്നത് നിങ്ങൾക്കറിയാമോ? അടുത്ത 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മനസ്സിനെ സമ്പത്തിനു വേണ്ടി എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾ എന്തിനാണ് യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആത്മചിത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. ഫ്ലോറൻസ് കോവൽഷിനൊരു കണ്ണാടി പരീക്ഷണം ഉണ്ടായിരുന്നു. മിക്ക ആളുകളും കണ്ണാടിയിൽ തങ്ങളുടെ കുറവുകൾ, ഭയങ്ങൾ, പരാജയ ചിത്രങ്ങൾ എന്നിവയാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ കോടീശ്വരനായ പതിപ്പ് കണ്ണാടിയിൽ ഒരു അവകാശിയെ കാണിക്കുന്നു, ഒരു വിജയിയെ, ഈശ്വരശക്തിയുടെ പ്രതിഫലനമായ ഒരു വ്യക്തിത്വത്തെ. ധനം നിങ്ങൾക്ക് അമിതമാണെന്നോ ആഡംബരം നിങ്ങളെ പോലുള്ളവർക്കുള്ളതല്ലെന്നോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മുഖത്ത് ഒരു മൂടുപടം ഇട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറയുക: ഞാനിപ്പോൾ എൻ്റെ ഉള്ളിലെ കോടീശ്വരനെ കാണുന്നു, ഞാൻ അവനെ ബഹുമാനിക്കുന്നു, ഞാൻ അവനെ സ്വീകരിക്കുന്നു. ഇതെല്ലാ ദിവസവും ചെയ്യൂ. പണവുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ മാറുന്നു എന്ന് കാണൂ. ആകർഷണ നിയമം. പ്രപഞ്ചം നിങ്ങളുടെ ഊർജത്തോട് പ്രതികരിക്കും. നിങ്ങൾക്ക് ധനത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഇടം നൽകണം. നിങ്ങളുടെ സ്വപ്ന ജീവിതം ഒരു തീരുമാനത്തിന്റെ ദൂരത്തിൽ നിന്ന് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഷിന്നിന്റെ ഏറ്റവും ശക്തമായ പാഠമായിരുന്നു സ്പിരിച്വൽ ഡ്രാമാറ്റൈസേഷൻ. ഇതിനർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം ലഭിച്ച പോലെ പെരുമാറുക എന്നതാണ്. ഇത് വെറും ഭാവനയല്ല, ഇതൊരു ശക്തിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരം പണിയുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാവനയിൽ അതിന്റെ ഇടനാഴികളിലൂടെ നടക്കണം. അതെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുന്നതിന് മുൻപ് അതിന്റെ താളം നിങ്ങളുടെ നെഞ്ചിൽ മിടിക്കുന്നതായി അനുഭവിക്കണം. ശാസ്ത്രം ഇത് ശരിവെക്കുന്നു. നിങ്ങളൊരു പുതിയ സത്വത്തെ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സത് സത്യത്തെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ: എന്റെ കോടീശ്വരനായ പതിപ്പ് സ്വയം നിക്ഷേപിക്കാൻ മടിക്കുമോ?
അവൻ തന്റെ സ്വപ്നങ്ങളെ സംശയിക്കുമോ? ഇല്ല. അവൻ ശാന്തമായ ആത്മവിശ്വാസത്തോടെ മുറിയിലേക്ക് പ്രവേശിക്കും. കാരണം താൻ ആരാണെന്ന് അവനറിയാം. ഇന്നു മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്. നിങ്ങളുടെ സ്വപ്നം ഒരു ആഡംബര കാറാണെങ്കിൽ അതിൽ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം ഒരു വലിയ ബിസിനസ് ആണെങ്കിൽ ഇന്ന് അതിന്റെ ആദ്യ പടി വയ്ക്കുക. നിങ്ങളുടെ സ്വപ്ന ജീവിതം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദാരിദ്ര്യം എന്നത് പണത്തിന്റെ കുറവ് മാത്രമല്ല, വേറെ ചിലത് കൂടിയാണ്. ദാരിദ്ര്യം സാമ്പത്തികമായി മാത്രമല്ല, ആത്മീയമായും ഊർജപരവുമായുമാണ്. ഏറ്റവും അപകടകരമായ കാര്യം ഇതൊരു ശീലമാണ്. പണം സമ്പാദിക്കാൻ പ്രയാസമാണെന്നും വിജയം മറ്റുള്ളവർക്കുള്ളതാണെന്നും കൂടുതൽ ആഗ്രഹിക്കരുതെന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുറവുകളിൽ പുണ്യമില്ല, കാഴ്ചപ്പാടുകളിൽ വിശുദ്ധിയില്ല, ചെറുതായിരിക്കുന്നതിൽ ദൈവികതയുമില്ല. ഓരോ തവണയും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ തന്നെ ചെറുതാക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായ വില നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ ഊർജത്തെ തിരികെ വിളിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ കടം നമ്മൾ എഴുതി തള്ളുകയാണ്. ദൈവികമായ അനുഗ്രഹത്താൽ പൂർണ്ണമായും അടച്ചു എന്ന് എഴുതിയ ഒരു പുതിയ ആത്മീയ ചെക്ക് നമ്മൾ എഴുതുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട്. മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ അന്തരീക്ഷം മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ശരീരത്തിന് 10 അടി മുന്നിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും ആളുകൾക്ക് അത് അനുഭവപ്പെടും. പണം നിങ്ങളുടെ വ്യക്തിത്വത്തോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ നടത്തത്തിലും നിങ്ങളുടെ ശരീരഭാഷയിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വത്തോട് നിങ്ങളുടെ ഊർജമാണ് നിങ്ങളുടെ ഭാഗ്യത്തെ ആകർഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം? കൂട്ടുകാരെ, ഇതെല്ലാം കേൾക്കാൻ എളുപ്പമോ വിചിത്രമോ ആയി തോന്നിയേക്കാം. പക്ഷേ ഫ്ലോറൻസ് കോവിൽഷിന്റെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ അളക്കാൻ കഴിയുന്നത്ര ഫലങ്ങൾ കണ്ടു. അതെ, കാരണം അവർ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ധനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുടങ്ങുന്നില്ല, അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് തുടങ്ങുന്നു. അത് നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തിൽ തുടങ്ങുന്നു. മറ്റാരുമില്ലാത്തപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിലാണ് അത് തുടങ്ങുന്നത്. മിക്ക ആളുകളും കഷ്ടപ്പെട്ട് ജോലി ചെയ്യാത്തത് കൊണ്ടാണോ ദരിദ്രരായിരിക്കുന്നത്? അല്ല, അവർ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർ ദരിദ്രരാകുന്നത്. അവർ തങ്ങളുടെ ഭാഷയിലൂടെ ദാരിദ്ര്യത്തിന്റെ മന്ത്രവാദം ചെയ്യുന്നു. ഞാൻ പാവപ്പെട്ടവനാണ്, എന്ത് ചെയ്യാനാകും? പാവപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവർ ഈ സ്വയം ദരിദ്രമായ ആത്മചിത്രവുമായി ബന്ധിപ്പിക്കുന്നു. അവരുടെ ഊർജം അവസരങ്ങളെ അകറ്റുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. നിങ്ങൾക്കൊരു അപവാദമാകാൻ സാധിക്കണം. ഈ പാറ്റേൺ തകർക്കുന്ന ആദ്യ വ്യക്തിയാവണം. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോടീശ്വരനായ പതിപ്പിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ എന്ത് മാറ്റമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഭാഷ മാറ്റുമോ? ആത്മവിശ്വാസത്തോടെ മുറിയിലേക്ക് പ്രവേശിക്കുമോ? കണ്ണാടിയിൽ നിങ്ങളെ തന്നെ പുതിയ കാഴ്ചപ്പാടോടെ കാണുമോ? എന്തു തന്നെയായാലും അത് പരസ്യമാക്കൂ, അത് യഥാർത്ഥമാക്കൂ. ഇതൊരു തുടക്കമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങളെ യാചിക്കാൻ ജനിച്ചവരല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ ജനിച്ചവരല്ല, നിങ്ങളുടെ സാന്നിധ്യത്തിന് ക്ഷമ ചോദിക്കാൻ ജനിച്ചവരല്ല. നിങ്ങൾ ധനികരാകാൻ ജനിച്ചവരാണ്. ആത്മാവിൽ ധനികൻ, ശക്തിയിൽ ധനികൻ, സാധ്യതകളിൽ ധനികൻ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പെരുമാറാൻ തുടങ്ങേണ്ട സമയമാണ്. ഇന്നു മുതൽ നിങ്ങൾ എന്താണ് മാറ്റാൻ പോകുന്നതെന്ന് കമന്റിൽ പറയുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.